ഹലോ, വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് യു ഇൻ യു മൈൻഡ്ഫുൾ. ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇരുന്നാണ് ഇത് കാണുന്നതെങ്കിൽ അവരെ മാറ്റിയിരുത്താൻ ശ്രദ്ധിക്കുക. അതല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഒരു റൂമിലൊക്കെ ഇരുന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും റിലേഷൻഷിപ്സിനെ പറ്റി പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എല്ലായ്പ്പോഴും ഇൻടോളറൻസ് എന്നുള്ളൊരു വാക്ക് വരാറുണ്ട്. അസഹിഷ്ണുത എന്നുള്ളൊരു പദം. ഇത് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ റൊമാൻറ്റിക് പാർട്ട്ണറുമായിട്ടുള്ള നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു ഇൻറ്റിമസി കുറയുന്നത്, ഇൻറ്റിമസി ഫെയ്ഡ് ചെയ്യുന്നത്. നമ്മൾ വിവാഹം കഴിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ പ്രണയത്തിലായിരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ 24 hours സംസാരിച്ചിരുന്ന ആൾക്കാരുടെ ഒരു ഇൻറ്റിമസി എങ്ങനെയാണ് കുറഞ്ഞു വരുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഫാമിലി ലൈഫ് ആൻഡ് പാരൻറ്റിംഗ് കോച്ച് അമൃത കെ ഫ്രാൻസിസ് ആണ്. ഒരു സെക്സ് എഡ്യൂക്കേറ്റർ കൂടിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച് ഫറ. അപ്പോൾ ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ പ്രണയിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സൂൺ ആഫ്റ്റർ മാരേജ് നമ്മൾ പറയുന്ന ഒരു ഹണിമൂൺ പീരിയഡ് എന്നൊക്കെ പറയുന്ന സമയത്തും ഏറ്റവും നമുക്കെല്ലാവർക്കും തോന്നും നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ ഇയാളാണ്, നമ്മളെല്ലാം ഷെയർ ചെയ്യുന്ന ആൾ ഇയാളാണ്, നമ്മുടെ എല്ലാമാണ് ഇങ്ങനെയൊക്കെ തോന്നിയിട്ട് ശരിക്കും ഇൻറ്റിമസി ഫെയ്ഡ് ചെയ്ത് വരുന്നുണ്ടോ? ഒരു 5 വർഷം കല്യാണം കഴിഞ്ഞിട്ട് ആയ ആൾക്കാർ, അല്ലെങ്കിൽ അത്രയും തന്നെ വേണ്ടാന്ന് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ, ആ ഒരു ഇൻറ്റിമസി കുറയുന്നത് ഈസ് ഇറ്റ് ജസ്റ്റ് എബൌട്ട് ഹോർമോൺസ്? അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതുണ്ടോ? എങ്ങനെയാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്? ഇപ്പം ജീവൻ്റെ ജീവനാം കൂട്ടുകാരാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വരണേ. ബേസിക്കലി ആദ്യം തന്നെ വേറൊരു ജെൻഡർ അല്ലെങ്കിൽ ഒരു പ്രണയം എന്ന് പറയുന്ന സാധനം ഇസ് ഓൾ എബൌട്ട് അട്രാക്ഷൻസ്, അഡ്വെഞ്ചേഴ്സ് ആൻഡ് ക്യൂരിയോസിറ്റി. അപ്പം ഞാനല്ലാത്ത മറ്റൊരാളെ കൂടെ നമ്മളിരിക്കുക, അല്ലെങ്കിൽ കൂടുതലൊരു ഇൻറ്റിമേറ്റ് ആവുക. ഇൻറ്റിമേറ്റ് ആവുന്ന പറഞ്ഞാൽ സെക്സിനെ ഉദ്ദേശിക്കേണ്ട, ജസ്റ്റ് വർത്താനം പറയുക, കൂടെ പുറത്ത് പോവുക, ഇതൊക്കെ വളരെ ക്യൂരിയോസിറ്റി ഉള്ള എലമെൻറ്റ്സ് ആണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സുന്ദരിയായ പെൺകുട്ടിയെ, നല്ല മെയ്വഴക്കമുള്ളൊരു കുട്ടിയെ കിട്ടുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇത്രയുള്ള ബേസിക്കലി ഇപ്പോൾ ഞാൻ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ കാലത്തുള്ള പ്രണയങ്ങളിൽ നിന്ന് തന്നെയാണ്. അവിടെയും ഈ പറയുന്ന പോലെ പ്രണയം തുടങ്ങുമ്പോൾ അതിനകത്ത് എന്താണ് ആദ്യമുള്ളത്? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഇറ്റ്സ് ഓൾ അബൌട്ട് ലസ്റ്റ്. അതിങ്ങനെ ഈ ദിവ്യമായ പ്രണയമൊന്നുമില്ല. ദിവ്യമായ പ്രണയം ഇല്ലെന്നല്ല പറയണേ, ഉണ്ട്. പക്ഷെ അതിനകത്ത് എപ്പോഴും ഉള്ളത് ഈ അട്രാക്ഷനാണ്. ഇങ്ങനെ ഒന്ന് തൊടാനും, ഒന്ന് അടുത്തിരിക്കാനും, ഒരു ഉമ്മ കൊടുക്കാനും, ഒന്ന് കെട്ടിപ്പിടിക്കാനും, ഇതിനൊക്കെയുള്ളൊരു കൊതി. ഇതെങ്ങനെ നമുക്ക് അവിടെ ഒളിച്ച് കാണുന്നു. ഇപ്പോൾ കല്യാണത്തിന് മുൻപൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലേ, പണ്ട് എഴുത്ത് പിടിക്കുന്ന ഒരു പ്രശ്നം. പിന്നെ ഒളിച്ച് എവിടെയെങ്കിലും പോയി ഒന്ന് കാണുക, ബസ് സ്റ്റോപ്പിലിരുന്നൊന്ന് കാണുക. ഇതിപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി ഇപ്പോഴൊക്കെ. എന്നാലും നേരത്തെ കാണുന്നു എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം കൗതുകമാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഈ കൗതുകങ്ങൾക്ക് നമ്മൾ സമയം കൊടുക്കാതിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുൻപ് നമ്മൾ ഇയാൾക്ക് ഇപ്പം ഏത് പാർട്ട്ണറാണെങ്കിലും കൊടുക്കുന്ന ഒരു സമയമോ ഒരു കരുതലോ, അല്ലെങ്കിൽ കാണാൻ പോകുമ്പോഴത്തെ ഒരു ഇതോ ഒരു എക്സൈറ്റ്മെൻറ്റോ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഇയാളെ കാണാലോ, ആ ഒരു ബേസിക്സ് ആണ്. ഇപ്പം കിട്ടിക്കഴിഞ്ഞല്ലോ എന്നൊരു സാധനം നമ്മൾ നമ്മുടെ വീട്ടിലെ കൂട്ടിനകത്തെ കോഴിയാണ്. ഇനിയോ പെട്ടെന്ന് ഓർമ്മ വന്നൊരു സാധനമാണ്. ഒരാൾ പറഞ്ഞതാണ്, അവൾ എൻ്റെ കൺട്രോളിലാണെന്ന്. ഒരു ഹസ്ബൻഡ് വൈഫിനെ കുറിച്ച് പറഞ്ഞ, മാം അത് പേടിക്കണ്ട, അയാൾ എൻ്റെ കൺട്രോളിലാണ്. ഞാനെന്തിനാ പേടിക്കുന്നത് എന്നുള്ള അവസ്ഥയായിപ്പോയി. ഈ പറയാത് ഈ പറയുന്ന പോലെ ഒരു കൂട്ടിനകത്ത് അടുപ്പ്. പക്ഷെ വീട്ടിലേക്ക് വരുമ്പോൾ ഇയാളുണ്ടല്ലോ. അപ്പം ഞാൻ ലേറ്റ് ആയാലും എന്താ കുഴപ്പം, അവളെ നാളെ കാണാലോ. ആ ഒരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് വരും ഒന്നത്. രണ്ടെന്ന് പറയുമ്പോഴത്തേനും കല്യാണം കഴിയുന്ന ഒരു സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് എന്താ ചെയ്യാൻ പോണേ? എങ്ങനെയാ ജീവിക്കാൻ പോണേ? ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലായ്മകൾ നമുക്ക് എവിടേക്കാണെന്ന് അറിയാതെ, ഏത് റൂട്ടാണെന്ന് അറിയാതെ ഒരു യാത്ര പോയി നോക്കി, ഒരു കൗതുകമില്ലേ? അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒത്തിരി റിസ്ക് ഫാക്ടർ ഉള്ളൊരു കൗതുകം അതുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഒന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുഡ് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് ഡിസെൻട്രി എന്തെങ്കിലും വന്നാൽ ആ സെയിം കൗതുകം പിന്നെ യാത്രയിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത് തന്നെ റിലേഷൻഷിപ്പിലും. അപ്പം നമ്മൾ തുടങ്ങാതെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം തുടങ്ങി. മേ ബി ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആവാം. ഓക്കെ, കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഒരാളുടെ ജോലി പോയി, അല്ലേ ഷിഫ്റ്റായി. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പം തന്നെ ഒരു ക്രൈസിസ് ആയി. അപ്പം നമുക്ക് ഈ ക്യൂരിയോസിറ്റി പോയി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അല്ലെങ്കിൽ പെട്ടെന്നൊരു ബേബി വന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ, പിന്നെ അതിൻ്റെ ഡയമെൻഷൻ തന്നെ മാറി.
ആ ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ നമ്മുടെ പേരൻസിൻ്റെ ഐഡിയ കുറച്ചുകൂടി നമ്മൾ റെസ്പോൺസിബിൾ ആകും, വീട്ടിലെ കാര്യങ്ങൾ നോക്കും, അല്ല ഇത് കല്യാണം കഴിഞ്ഞിട്ട് വേണം നിന്നെ ഇതൊക്കെ ഏൽപ്പിക്കാൻ എന്നായിരിക്കും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ തുടങ്ങിയതും തമ്മിൽ വ്യത്യാസം വന്നു. പിന്നെ ഒരു കുറച്ച് ഇതിപ്പോൾ ഈ 5 വർഷമൊന്നും ഇതിന് വേണ്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ച പോയിന്റ്. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇതൊക്കെ പോയി. പിന്നെ ഇത് ക്രൈസിസ് വരുന്ന പോയിന്റിൽ തന്നെ ക്രൈസിസിനേക്കാൾ ഉപരി നമ്മൾ പരസ്പരം ഉള്ള ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു പോവാണ് വെൻ വി ടേക്ക് സംതിങ് എൽസ് എസ് എ പ്രയോറിറ്റി. ഓക്കെ നമ്മൾ ഈ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു കൗതുകമോ ഒരു ക്യൂരിയോസിറ്റിയോ നമ്മൾ പരസ്പരം കീപ്പ് ചെയ്യാതിരുന്നാൽ ഇത് പോകാൻ അത്ര സമയമൊന്നും വേണ്ട. അതെങ്ങനെ കീപ്പ് ചെയ്യും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരാളെ ആദ്യം കാണുന്ന സമയത്ത് നമ്മൾ നിന്ന നിപ്പിൽ ഇറങ്ങി പോവോ? ഇല്ല, നമ്മൾ ഒരുങ്ങി ആ സമയം ചിലപ്പോൾ കീപ്പ് ചെയ്യുന്നുണ്ടാവാം, നല്ല ആംബിയൻസിൽ മാത്രം മീറ്റ് ചെയ്യുന്നവരുണ്ടാവാം, ഇല്ലേ? ബാഡ് ബ്രത്ത് ഗുഡ് ബ്രത്ത് ഇത് അതുപോലും ശ്രദ്ധിക്കുന്നവർ എല്ലാം ഉണ്ടാവാം. ടു സ്മെൽ ഗുഡ് ആൻഡ് എവറിത്തിങ്. ഇൻറ്റിമസി, ഡിസയേഴ്സ്, ഇതെല്ലാം ഇസ് ഓൾ അബൌട്ട് ദ സെൻസസ്. 5 സെൻസസേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ്, ബിക്കോസ് ബ്രെയിൻ ഇസ് ദ ബിഗ്ഗസ്റ്റ് സെക്സ് ഓർഗൻ. നമുക്കൊരു ഇഷ്ടം തോന്നണം, ഒരു ആഗ്രഹം ഉള്ളിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ ഈ 5 ആൾക്കാർ ഒരുമിച്ച് നിൽക്കണം, അറ്റ്ലീസ്റ്റ് 2-3 പേരെങ്കിലും വേണ്ടേ? ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോഴത്തേനും ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ ഒരു മറ്റേ ഭോഗവസ്തുവായിട്ട് കാണുന്ന രീതിയിലല്ല. ഞാൻ പറഞ്ഞ 2 പേരെക്കുറിച്ചുമാണ്. അപ്പം ആദ്യം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ ഇതിനെയൊക്കെ ശ്രദ്ധിക്കുന്നതിനെ പോലെ ഒന്നും നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നില്ല. ആദ്യം ശ്രദ്ധിച്ചതുപോലെയൊന്നും വേണമെന്നില്ല. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പിള്ളേരൊക്കെ ഉണ്ടായി, കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കുമോ, നമുക്കൊരു 2 കുട്ടികളുണ്ടായി, നമ്മൾ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹസ്ബൻഡ് വരും, എത്ര പേര് ഓടി വരും കിച്ചണിൽ നിന്ന്? വലിയ കുട്ടികളാണ്, കഥകൊക്കെ തുറന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ തുറക്കും, അച്ഛനും അവരും കൂടെ മിണ്ടും. ചില ഭർത്താക്കന്മാർ അടുക്കളയിലേക്ക് വരും, വല്ല പാലോ ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവന്ന് തരുന്നു, തിരിച്ചു പോകുന്നു. നമ്മൾ ഓടി ചെന്നുമില്ല, അദ്ദേഹം ഈ പാല് കൊണ്ടുവരാൻ വരുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്നുമില്ല. അപ്പം ഇതൊക്കെ തുടക്കത്തിലേയും പോവാം. ചിലപ്പോൾ ഫോൺ വിളിച്ചുകൊണ്ട് കയറി വരുന്ന ആൾക്കാരുണ്ട്, നമ്മൾ കുറച്ചേരം അവിടെ കാത്തു നിൽക്കും. അപ്പോൾ അവർ ഫോണിലാണ്, അവിടെ കാത്തു നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പതുക്കെ ഉൾവലിയും. ഇങ്ങനെ പല ആസ്പെക്ട്സിലാണ് ഈ ആദ്യത്തെ കൗതുകങ്ങൾ പോകുന്നത്.